ഹായ് ഡിയേഴ്സ്, പ്ലസ് ടു ബോർഡ് എക്സാമിനേഷന് ഏറ്റവും ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദർശന അക്കാഡമിയുടെ ബോർഡ് ബസ്റ്റർ സീരീസിന്റെ കെമിസ്ട്രി സെഷനിലേക്ക് സ്വാഗതം. ഈ കെമിസ്ട്രി സെഷൻ ഞങ്ങൾ നെവർ ഗീവ് അപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഈ സെഷനിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ആദ്യത്തെ 3 ചാപ്റ്ററുകളായ സൊല്യൂഷൻ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ഈ 3 ചാപ്റ്ററുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ 3 ചാപ്റ്ററുകളുടെയും സ്കോർ ഒന്ന് അനാലിസിസ് നടത്താം. ഫിസിക്കൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്കറിയാം, പ്ലസ് ടുവില് കെമിസ്ട്രിയിൽ 10 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളാണ്. സൊല്യൂഷൻ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. അതിനുശേഷമുള്ള 2 ചാപ്റ്ററുകൾ, ചാപ്റ്റർ 4 ആൻഡ് ചാപ്റ്റർ 5, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കെമിസ്ട്രി, ഈ 2 ചാപ്റ്ററുകളാണ്. അതിനുശേഷമുള്ള സെക്കൻഡ് വോളിയത്തിൽ വരുന്ന 5 ചാപ്റ്ററുകളും ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈഥർ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, നൈട്രോ കോമ്പൗണ്ട്സ്, ഡൈസോണിയം സോൾട്ട്, അതിനുശേഷം ബയോമോളിക്യൂൾസ്. അപ്പൊ ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ 3 ചാപ്റ്ററുകളാണുള്ളത്. സൊല്യൂഷൻ കെമിസ്ട്രിയും ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ കൂടിയായ സൊല്യൂഷൻ കെമിസ്ട്രിയിൽ നിന്ന് സാധാരണയായി 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. 9 മാർക്കിന്റെ ചോദ്യമാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് സാധാരണയായി വരാറുള്ളത്. അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നും 7 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. 7 7 14 9 23 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സെക്കൻഡ് ഇയറിലെ ബോർഡ് എക്സാമിനേഷന്റെ ഈ 3 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്നുമായി വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിയിലേക്ക് പോകാം. ഇപ്പൊ സൊല്യൂഷൻ കെമിസ്ട്രി, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 2 കൂടുതലോ മ്യൂച്വലി റിയാക്ട് ചെയ്യാത്ത നോൺ റിയാക്ടിംഗ് ആയ സബ്സ്റ്റൻസുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ബൈനറി ഹോമോജീനിയസ് മിക്സേഴ്സുകളെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ് ഓഫ് 2 or more മ്യൂച്വലി നോൺ റിയാക്ടിംഗ് സബ്സ്റ്റൻസസ് എന്നാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. 2 കമ്പോണന്റുകൾ, ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും മാത്രമുള്ള ബൈനറി സൊല്യൂഷനുകളെ പറ്റിയാണ് ഈ സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ പ്ലസ് 2 പഠിക്കാനുള്ളത്. ടെർണറി സൊല്യൂഷനുകളുണ്ട്, ക്വാറ്റർണറി സൊല്യൂഷനുകളുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കോൺസെൻട്രേഷനുകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 7 മെത്തേഡ്സുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മാസ് പെർസെന്റേജ്. W/W കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതുപോലെ തന്നെ വോളിയം പെർസെന്റേജ്, വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ വോളിയം പെർസെന്റേജ് കിട്ടും. അതുപോലെ മാസ് ബൈ വോളിയം പെർസെന്റേജ്, അതായത് 100 ml സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മാസിനെയാണ് നമ്മൾ മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറയുന്നത്. ദെൻ പാർട്സ് പെർ മില്യൺ, എക്സ്ട്രീംലി ഡയലൂട്ട് സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് പാർട്സ് പെർ മില്യൺ. അതായത് കടൽ വെള്ളത്തിലെ കോമ്പൗണ്ടുകളുടെ അളവ് കണ്ടുപിടിക്കുക, എയറിലെ പൊല്യൂട്ടൻസിന്റെ അളവ് കണ്ടുപിടിക്കുക, അതിനെല്ലാം നീണ്ടി ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ പാരാമീറ്റർ ആണ് പാർട്സ് പെർ മില്യൺ. നമുക്കത് മാസിന്റെ ടേമിലും പറയാം, വോളിയത്തിന്റെ ടേമിലും പറയാം. അതായത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാസ് പെർസെന്റേജ്, ഇത് 10⁻⁶ ആണെങ്കിൽ അത് പാർട്സ് പെർ മില്യൺ ആയിരിക്കും. ദെൻ അടുത്തത് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാരിറ്റി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ M. മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. 1 കിലോ സോൾവെന്റിനകത്ത് അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി, സ്മോൾ m കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മോൾ ഫ്രാക്ഷൻ, ഒരു സൊല്യൂട്ടും സോൾവെന്റും അടങ്ങിയിരിക്കുന്ന ഒരു ബൈനറി സൊല്യൂഷനിലെ ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദി കമ്പോണന്റ്സ് പ്രസന്റ് ഇൻ ദി സൊല്യൂഷൻ. So let N1 and N2 are the number of moles of solute and solvent. Then Chi2 equals to N2 divided by N1 plus N2. Chi1 equals to N1 divided by N1 plus N2. 2 സ്പീഷീസുകളാണ് എങ്കിൽ 2 പേരുടെയും കൂടെ മോൾ ഫ്രാക്ഷന്റെ തുക സം is always equal to 1 എന്നാണ്. ഇതാണ് കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഇവിടുന്നാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ സോലിബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തിയറിയിലേക്ക് പോകുമ്പോഴേക്കും സോലിബിലിറ്റി, ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന അവരുടെ സോലിബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ലോയാണ് ഹെൻഡ്രീസ് ലോ.
എസ്പെഷ്യലി അതിന്റെ പ്രഷറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഒരു ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പൊ ഗ്യാസുകളെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് പ്രഷർ. അപ്പൊ എത്രമാത്രം പ്രഷർ നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ച് സോലിബിലിറ്റി കൂടി വരും. അപ്പൊ നമ്മൾ ആ സോലിബിലിറ്റി എന്നുള്ള ടെക്നിക്കൽ ടേമിനെ മോൾ ഫ്രാക്ഷന്റെ ടേമിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കിട്ടും. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഹെൻറീസ് ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കിട്ടും. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു mole fraction of that gas in the solution. Partial pressure of gas equals to kH into mole fraction of the gas, where kH is called Henry's law constant. നമ്മൾ ആ kH നെ വിളിക്കുന്ന പേരാണ് Henry's law constant എന്ന് വിളിക്കും. Partial pressure of gas is equal to kH into mole fraction of the gas. ഈ kH is called Henry's constant. kH is inversely proportional to സോലിബിലിറ്റി. കെ എച്ച് സോലിബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് കെ എച്ച് കൂടിക്കഴിഞ്ഞാൽ സോലിബിലിറ്റി കുറയും, കെ എച്ച് കുറയുമ്പോഴാണ് സോലിബിലിറ്റി കൂടുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൂടെ കൊടുത്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഹെൻറീസ് ലോ. ഇനി ഹെൻറീസ് ലോയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ക്യൂബ ഡൈവേഴ്സ് സഫർ ചെയ്യുന്ന ബെൻസ് എന്ന് പറയുന്ന ഡിസീസ് അല്ലെങ്കിൽ ബെൻസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഹെൻറീസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ മൗണ്ടൻ ക്ലൈംബേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അനോക്സിയ എന്ന് പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതും നമ്മുടെ ഹെൻറീസ് ലോ ഉപയോഗിച്ചാണ്. അപ്പൊ ഹെൻറീസ് ലോയുടെ 2 ആപ്ലിക്കേഷൻ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മാനുഫാക്ചർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് കണക്കാക്കാൻ. അപ്പൊ ആദ്യത്തെ ഭാഗമാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ആദ്യത്തെ ഭാഗമാണ് ഹെൻറീസ് ലോ. അപ്പൊ ഹെൻറീസ് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. At the same temperature, carbon dioxide gas is more soluble in water than oxygen gas. അതായത് സെയിം ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇസ് മോർ സോലിബിൾ ദാൻ ഓക്സിജൻ. ഓക്സിജനെക്കാട്ടിലും കൂടുതൽ സോലിബിൾ ആയിരിക്കും. വിച്ച് വൺ ഓഫ് ദം വിൽ ബി ഹാവ് ഹയർ KH വാല്യൂ ആൻഡ് വൈ? കാർബൺ ഡൈ ഓക്സൈഡിനാണോ ഓക്സിജനാണോ KH വാല്യൂ കൂടുതൽ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും ഓക്സിജനെക്കാട്ടിലും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മോർ സോലിബിൾ ആണ് എങ്കിൽ അതിന്റെ KH വാല്യൂ കുറവായിരിക്കില്ലേ? KH is inversely proportional to solubility എന്നാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് is more soluble in water than oxygen. So definitely carbon dioxide is having less KH value than O2. So KH value is inversely proportional to its solubility. So the answer will be KH value is inversely proportional to solubility. അപ്പോൾ ഓക്സിജൻ ഗ്യാസിന് KH വാല്യൂ കൂടുതലായതുകൊണ്ടാണ് അതിന്റെ സോലിബിലിറ്റി കുറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡിന് KH വാല്യൂ കുറവായതിനാലാണ് which is more soluble in water compared to oxygen gas. അപ്പൊ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളോടെ നോക്കിയേക്കണം. കാണാതെ പഠിക്കണം എന്നില്ല. KH വാല്യൂ എങ്ങനെയാണ് സോലിബിലിറ്റിയുമായിട്ട് പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ ആ കണ്ടീഷൻ ഓർത്തിരിക്കുക. അതിനുശേഷം സൊല്യൂഷൻ കെമിസ്ട്രിയിലൊക്കെ വരുമ്പോഴേക്കും റൗൾട്ട്സ് ലോ ആണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം. 2 വോളറ്റൈൽ ലിക്വിഡുകൾ, when 2 volatile liquid mix to form a binary solution, then the partial pressure of each component in the solution is directly proportional to their mole fraction. For example, let A and B are 2 binary liquids. A എന്ന് പറയുന്ന ഒരു ബൈനറി ലിക്വിഡ് ആണ്. A is a volatile liquid, B is another volatile liquid. When these 2 volatile liquids mix to form a binary solution, in that solution mole fraction of partial pressure of A is directly proportional to mole fraction of A. In the solution partial pressure of B is directly proportional to mole fraction of B. So partial pressure equals to P0A into chi A. In the case of PB equals to P0B into chi B. As you know that total pressure PT will be equals to PA plus PB. So the mathematical equation for Raoult's law is PT equals to P0A into chi A plus P0B into chi B.
ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർ റൗൾസ് ലോ. അപ്പൊ റൗൾസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിനകത്ത് ആണെങ്കിൽ റൗൾസ് ലോ എന്ന് ചോദിച്ചത് നേരിട്ടൊരു ചോദ്യമല്ല, വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊരു കമ്പോണന്റിന്റെയും വേപ്പർ ഫേസിലുള്ള, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് വിചാരിക്കുക. കൈ എ ഇൻ ദി വേപ്പർ ഫേസ് ഈക്വൽസ് ടു P0A ഇൻറ്റു കൈ എ ഡിവൈഡഡ് ബൈ PT എന്നാണ്. P0A എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിലുള്ള അതിന്റെ വേപ്പർ പ്രഷർ, കൈ എ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലുള്ള അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേപ്പർ ഫേസിലുള്ളത് കിട്ടും. ഇനി കൈ ബിയുടെ വേപ്പർ ഫേസിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ P0B ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ PT. ഇതിലെ കൈ ബി എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് അവിടെ എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ വേപ്പർ ഫേസിലുള്ള ലാസ്റ്റ് ഇയറിന്റെ +2 ബോർഡ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ CBSEയുടെ ബോർഡ് എക്സാമിനേഷന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വന്ന ചോദ്യം വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ ആണ്. അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പൊ റൗൾസ് ലോ സ്റ്റേറ്റ്മെന്റും മാത്തമാറ്റിക്കൽ ഇക്വേഷനും ഓർത്തിരിക്കുക, ന്യൂമറിക്കൽസും ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഏതൊരു കോമ്പസിഷനിലും ഏത് ടെമ്പറേച്ചറിലും റൗൾസ് ലോ 100% ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകൾക്ക് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ എച്ച് മിക്സിംഗ്, ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0 എന്നാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻട്രോപ്പി ഓഫ് മിക്സിംഗും ഡെൽറ്റ ജി ഫ്രീ എനർജി ഓഫ് മിക്സിംഗും 0 അല്ല, നോട്ട് ഈക്വൽ ടു 0. ഇനി എക്സാമ്പിൾ ആയിട്ട് ബെൻസീൻ ടോളുദീൻ മിക്സ്ചർ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഹെക്സേൻ ഹെപ്റ്റേൻ മിക്സ്ചർ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഈഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ബ്രോമൈഡ് ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷനുകളാണ്. ഇനി ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത, മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കുന്ന AABB ഇന്ററാക്ഷനും മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന AB ഇന്ററാക്ഷനും എല്ലാം ഒരേ പവർ ആയിരിക്കും. ദാറ്റ് ഈസ് intermolecular force of attraction between AABB are nearly or exactly equals to that of AB interaction. Before mixing ഇന്റെയും ആഫ്റ്റർ മിക്സിംഗിന്റെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ആയിരിക്കും. ഇനി എന്നാൽ ചില സൊല്യൂഷനുകളുണ്ട്, ഏത് കോമ്പസിഷനിലും ടെമ്പറേച്ചറിലും റൗൾസ് ലോ 100% ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള സൊല്യൂഷനുകൾക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. രണ്ട് ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ and there are solutions showing negative deviation from Raoult's law. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ സൊല്യൂഷന്റെ റൗൾസ് ലോ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ടോട്ടൽ പ്രഷറിനെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും എക്സ്പെരിമെന്റൽ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ആസ് വെൽ ആസ് സൊല്യൂഷൻ is always greater than calculated using Raoult's law. റൗൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും ഇവരുടെ എക്സാക്ട് ആയിട്ടുള്ള വേപ്പർ പ്രഷർ, ഇൻഡിവിജ്വൽ വേപ്പർ പ്രഷറും ടോട്ടൽ പ്രഷറും. അതാണ് ഈ ഗ്രാഫിക് കൊടുത്തിരിക്കുന്നത്. ആ പച്ച ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൗൾസ് ലോ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിന്റെ വാല്യൂ ആണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള വാല്യൂ അതിനേക്കാട്ടിൽ എപ്പോഴും കൂടുതലായിരിക്കും, അത് ഓർത്തിരിക്കുക. ഇനി ഇവരുടെ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും പോസിറ്റീവാ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ബിഫോർ മിക്സിംഗ് AABB ഇന്ററാക്ഷൻ ഇസ് മോർ പവർഫുൾ ദാൻ AB ഇന്ററാക്ഷൻ. അതായത് ആഫ്റ്റർ മിക്സിംഗിന്റെ AB ഇന്ററാക്ഷന്റെ പവറിനെക്കാട്ടിലും കൂടുതലായിരിക്കും ബിഫോർ മിക്സിംഗിന്റെ AABB ഇന്ററാക്ഷന്റെ പവർ എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. എഥനോൾ സൈക്ലോഹെക്സേൻ, എസറ്റോൺ കാർബൺ ഡൈ സൾഫൈഡ്, ഇനി വേണമെങ്കിൽ എഥനോൾ വാട്ടർ മിക്സ്ചർ, ഇതെല്ലാം പോസിറ്റീവ് ഡീവിയേഷനിൽ കാണുന്ന സൊല്യൂഷനുകളാണ്. നെഗറ്റീവ് ഡീവിയേഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് റൗൾസ് ലോ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവാണ് ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റിന്റെയും ടോട്ടൽ സൊല്യൂഷന്റെയും വേപ്പർ പ്രഷർ എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സൊല്യൂഷനുകളെ നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ള സൊല്യൂഷൻ എന്ന് വിളിക്കും. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ള സൊല്യൂഷനുകളുടെ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും ലെസ് ദാൻ 0 ആയിരിക്കും. അവരുടെ ആഫ്റ്റർ മിക്സിംഗ് AB ഇന്ററാക്ഷൻ വിൽ ബി മോർ പവർഫുൾ ദാൻ ബിഫോർ ഇന്ററാക്ഷൻ AA ആൻഡ് BB. AAയുടെയും BBയുടെയും കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും AB ഇന്ററാക്ഷൻ. ഗ്രാഫ് എക്സാമ്പിൾ ആണ് അസറ്റോൺ ഫീനോൾ, അസറ്റോൺ ക്ലോറോഫോം മിക്സ്ചർ, ഫീനോൾ അനിലീൻ മിക്സ്ചർ, മിനറൽ ആസിഡ് വാട്ടർ മിക്സ്ചർ, HCl വാട്ടർ, HNO3 വാട്ടർ, all these are negative deviations. ഇനി ലാസ്റ്റ് ഇയറിന്റെ
CBSEയുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. വേപ്പർ പ്രഷർ ഓഫ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്, പ്യുവർ സ്റ്റേറ്റിലുള്ളത്. P0 എയും P0 ബിയും തന്നിട്ടുണ്ട്. 75, 25 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഇനി എയുടെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ കൈ എ എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പൊ കൈ ബി എന്ന് പറയുന്നത് 0.6 ആണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് ഉപയോഗിച്ച് ടോട്ടൽ പ്രഷർ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം വേപ്പർ ഫേസിലെ കൈ ബി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൈ ബി ഈക്വൽസ് ടു P0 ബി ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ഇട്ട് ചെയ്താൽ മതി. കണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ പ്രഷർ P0 എ ഇൻറ്റു കൈ എ പ്ലസ് P0 ബി ഇൻറ്റു കൈ ബി. അങ്ങനെ ടോട്ടൽ പ്രഷർ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് കൈ ബി കണ്ടുപിടിക്കണമെങ്കിൽ, വേപ്പർ ഫേസിലെ കണ്ടുപിടിക്കണമെങ്കിൽ P0 ബി ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ പി ടി ചെയ്താലും മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ 0.33 mmHg എന്ന് കിട്ടും. ഇത് ലാസ്റ്റ് ഇയറിന്റെ CBSE ക്വസ്റ്റ്യൻ ആണ്. അപ്പം സാധാരണഗതിയിൽ ഒന്നെങ്കിൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഒരു പടി ഇവിടെ മുന്നോട്ട് കയറി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ. അപ്പൊ വേപ്പർ ഫേസിലെ ഏത് കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ കമ്പോണന്റിന്റെ P0 എ പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ കൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത് വേപ്പർ ഫേസിലെങ്കിൽ P0 എ ഇൻറ്റു കൈ എ. ആ കൈ എ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതിന്റെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കണം, ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. There are certain properties which depends upon number of solute particles only. Solute particlesന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടികളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടികളെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. There are certain property which depends upon number of solute particles, not depends upon solvent particles. സോൾവെന്റിന്റെ പാർട്ടിക്കിളിനെ അല്ല, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 പ്രധാനപ്പെട്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, and the fourth one is osmotic pressure. These are the 4 different colligative properties. Those property which depends upon number of solute particles, or you can say amount of solute particles, not depends upon solvent particles. They are colligative property. Colligative property ക്ക് 4 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓർത്തിരിക്കുക. അവരുടെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, അതായത് ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നമ്മൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സോൾവെന്റിന്റെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ആ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷറിനെ നമ്മൾ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയും. ഡെൽറ്റ പി, P0 മൈനസ് പി. അതിനെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആയ P0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോയ്ക്കാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ പി ബൈ P0 ഈക്വൽസ് ടു W2 ഡിവൈഡഡ് ബൈ M2 W1 M1. ആ രീതിയിൽ നമുക്ക് പറയാം. N2 ഡിവൈഡഡ് ബൈ N1 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ അതിൽ നിന്നാണ് ഈക്വേഷൻ കിട്ടിയത്. രണ്ടാമത് ബോയിലിംഗ് പോയിന്റിന്റെ എലിവേഷൻ. ഒരു പ്യുവർ സോൾവെന്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾവെന്റിനെക്കാട്ടിലും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും സൊല്യൂഷന്റെ. ആ ഇൻക്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി ഈക്വൽസ് ടു 1000 ഇൻറ്റു KB W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. അതിലെ KB എന്ന് പറയുന്നത് ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. അടുത്തത്, ഒരു പ്യുവർ സോൾവെന്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് സോൾവെന്റിനെക്കാട്ടിലും കുറവായിരിക്കും സൊല്യൂഷൻ. ആ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിക്രീസിനെയാണ് നമ്മൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ ഡെൽറ്റ TF ഈക്വൽസ് ടു 1000 ഇൻറ്റു KF W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. where KF is called മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇനി ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് അറിയാം. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ മിനിമം പ്രഷർ റിക്വയർഡ് ടു പ്രിവെന്റ് ദി ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട മിനിമം പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ പൈ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പൈ ഈക്വൽസ് ടു W2 RT ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V. ശ്രദ്ധിക്കേണ്ടത്, വോളിയം ലിറ്ററിലാണ് എങ്കിൽ V ഡയറക്റ്റ് ഉപയോഗിക്കാം. മില്ലി ലിറ്ററിലാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണിത്. 1 molar aqueous solution of an electrolyte A2B3 is 60% ionized. അപ്പൊ അതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ കാര്യം ഇവിടെ പഠിക്കാം. വാൻ ഹോ ഫാക്ടർ കൊണ്ട് നോക്കിയിട്ട് ആ ക്വസ്റ്റിനിലേക്ക് വരാം. വാൻ ഹോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നോർമൽ വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് വാൻ ഹോ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. വാൻ ഹോ ഫാക്ടർ I ഈക്വൽസ് ടു 1 ഫോർ ഐഡിയൽ സൊല്യൂട്ട്. ഐഡിയൽ സൊല്യൂട്ടുകളായ ഗ്ലൂക്കോസ്, യൂറിയ അങ്ങനെയുള്ളവർക്ക് വാൻ ഹോ ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. കാരണം അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. ഐ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഫോർ ഡിസോസിയേറ്റിംഗ് സൊല്യൂട്ടുകൾ. അപ്പൊ ഒരു സോൾവെന്റിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഐ വാല്യൂ 1-നേക്കാട്ടിലും കൂടുതലായിരിക്കും. ഐ വാല്യൂ ഈസ് ലെസ് ദാൻ 1 ഫോർ അസോസിയേഷൻ. അപ്പൊ അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ഐ വാല്യൂ 1-നേക്കാട്ടിലും കുറവായിരിക്കും. ഇത് വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. A2B3. അപ്പൊ A2B3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യും. 2A3+ പ്ലസ് 3A2- ബ്രേക്ക് ചെയ്യും. അപ്പൊ മൊത്തം 5 അയോൺസ് ഉണ്ട്. 2 A അയോണും 2 A അയോണും 3 B അയോൺസും, അങ്ങനെ മൊത്തം 5 അയോൺസ് ഉണ്ട്. 60% അയോണൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ 0.6 ആയിരിക്കും. അപ്പം എന്നിന്റെ വാല്യൂം ഉണ്ട്, ആൽഫയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഐ കണ്ടുപിടിക്കാം. ഐ ഈക്വൽസ് ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു n-1 അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ഈക്വൽസ് ടു 1 പ്ലസ് ആൽഫ 0.6 ഇൻറ്റു 5 - 1. ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് അത് ഉപയോഗിച്ച് ഐ വാല്യൂ ഉണ്ടെങ്കിൽ ഡെൽറ്റ, ചോദ്യം എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് അല്ലേ, ഡെൽറ്റ ടി ബി ഈക്വൽസ് ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. മൊളാലിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഡെൽറ്റ ടി ബി ഈക്വൽസ് ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം എന്നാണ്. ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇതിൽ നിന്ന് 3.4 എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ. ഇനി കെ ബിയുടെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട്, 0.52 തന്നിട്ടുണ്ട്. മൊളാലിറ്റിയും ക്വസ്റ്റിനകത്തുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബി ഈക്വൽസ് ടു ടി ബി മൈനസ് ടി ബി 0 ആണ്. അതിൽ നിന്ന് ടി ബി ഈക്വൽസ് ടു ഡെൽറ്റ ടി ബി പ്ലസ് ടി ബി 0. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാ? ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിനിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 373 കെൽവിനാണ്. അതുകൊണ്ടൊപ്പം ഡെൽറ്റ ടി ബിയുടെ കൂട്ടിയാൽ മതി. അങ്ങനെയാണ് 374.768 കെൽവിന് ആൻസർ വരുന്നത്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഫോർ ആൻ ഇലക്ട്രോലൈറ്റ് അണ്ടർഗോ അസോസിയേഷൻ ഇൻ സോൾവെന്റ്. അപ്പൊ അസോസിയേഷൻ നടക്കുന്ന സോൾവെന്റുകളുടെ എല്ലാം വാൻ ഹോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1-നേക്കാട്ടിലും കുറവായിരിക്കും. ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. തെറ്റ്. ഹാസ് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ വരത്തില്ല. ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നാണ് വരേണ്ടത്. 0യ്ക്കും 1-നും ഇടയിലുള്ള ഏതോ വാല്യൂ ആണ്. 0.1, 0.2 ആ രീതിയിലുള്ള വാല്യൂ. നെഗറ്റീവ് വാല്യൂ അല്ല. ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നേ ഉള്ളൂ. 0യെക്കാട്ടിലും കുറവാണെന്നല്ല, ലെസ് ദാൻ 1 എന്നാണ്. അപ്പൊ സൊല്യൂഷൻ കെമിസ്ട്രി ഭാഗമായിട്ട് കണക്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസുമായിട്ടുള്ള ഭാഗം കണക്ട് ചെയ്ത്, കണ്ടക്ടൻസ്, മോളാർ കണ്ടക്ടൻസ്, കോൾറാഷസ് ലോ, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡയലൂഷൻ. അതിനുശേഷം ഫാരഡേയുടെ ഇലക്ട്രോളിസിന്റെ ലോയാണ്. അതിനുശേഷമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ, കെമിക്കൽ സെൽസ്, അതിനോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ സെൽസുകൾ, ഫ്യൂവൽ സെല്ല്, അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തോട്ട് പോകാം, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. അവിടെ ആദ്യത്തെ തുടങ്ങുന്നത് തന്നെ റെസിസ്റ്റൻസ്. ലൈക്ക് മെറ്റാലിക് കണ്ടക്ടർ, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടറിലും അതിന്റെ ഫ്രീ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, നമ്മൾ അതിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. റെസിസ്റ്റൻസ് R ഈക്വൽസ് ടു റോ ഇൻറ്റു L/A ആണ്. റോയെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽസ് ടു R ഇൻറ്റു A/L. യൂണിറ്റ് ഉൾപ്പെടെ ഓർത്തിരിക്കണം. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് G എന്ന് വിളിച്ചു. ഓം ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽസ് ടു 1/ρ ആണ്. ദാറ്റ് ഈസ് 1/R ഇൻറ്റു L/A ആണ്. ഈ L/A എന്ന് പറയുന്ന
പാരാമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. സെൽഫ് കോൺസ്റ്റന്റ് L/A. അത് ഓരോ സെല്ലിനും ഓരോ രീതികളായിരിക്കും സെൽഫ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി മോളാർ കണ്ടക്ടൻസ്. ഇനി സെൽഫ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടക്ടൻസ് സെൽഫ് കോൺസ്റ്റന്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 1 മോളാർ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനകത്തുള്ള മൊത്തം അയോണിന്റെയും കണ്ടക്ടിങ് പവറിന്റെ സമ്മാണ് മോളാർ കണ്ടക്ടൻസ്. മോളാർ കണ്ടക്ടൻസ് ഇസ് എ കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദി അയോൺ produced or derived from 1 molar solution of an electrolyte. It is represented by lambda m. Lambda m എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Lambda m equals to 1000 into conductivity divided by molarity. ഇത് കാപ്പ എന്നുള്ള ലെറ്റർ ആണ് കേട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത്. 1000 into conductivity divided by molarity. യൂണിറ്റ് സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. മീറ്റർ സ്ക്വയറിലാണെങ്കിൽ ആ 1000 താഴെ ഇട്ടാൽ മതി. കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ 1000 into molarity എന്നാകും. സീമെൻ മീറ്റർ സ്ക്വയർ പെർ മോൾ ആണെങ്കിൽ. ഇനി മോളാർ കണ്ടക്ടിവിറ്റി ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും വേരിയേഷൻ രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, HCl പോലത്തെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കോൺസെൻട്രേറ്റ് ഓരോ തവണ നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു കോമൺ ആയ പാറ്റേണിൽ തന്നെ വേരി ചെയ്യുകയും സ്റ്റഡി ആയിട്ട് തന്നെ വേരി ചെയ്യും. നമുക്കൊരു കിട്ടുന്ന ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ലാംഡ എമ്മും റൂട്ട് സി കൂടെ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ. ഈ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിനെ y ആക്സിസിലേക്ക് മീറ്റ് ചെയ്യിക്കുമ്പോൾ അത് y ആക്സിസിൽ മുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ആണ്. അപ്പൊ ഏതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റ് ഡയലൂഷനിലെ കണ്ടുപിടിക്കാൻ ലാംഡ എമ്മും റൂട്ട് സിയും കൂടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ മതി. ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഈ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് y ആക്സിസിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ പോയിന്റ് ആണ് അതിന്റെ ലാംഡ 0 m എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 m ഒരിക്കലും നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. അസറ്റിക് ആസിഡിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസറ്റിക് ആസിഡ്, അമോണിയ ഹൈഡ്രോക്സൈഡ് പോലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് വേരി ചെയ്യുന്ന കോൺസെൻട്രേഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈൻ മാനറിലല്ല, ഒരു കർവ് പോലെയാണ് വരുന്നത്. അതായത് y ആക്സിസിലേക്ക് എത്തുന്ന സമയത്ത് അത് പാരലൽ ആയിട്ടാണ് വരുന്നത്, ഏകദേശം ഒരു പാരലൽ അറേഞ്ച്മെന്റ് പോലെ. അപ്പൊ y ആക്സിസിൽ എത്ര എക്സ്ട്രാപോളേറ്റ് ചെയ്താലും ഇത് y ആക്സിസിൽ മീറ്റ് ചെയ്യില്ല. അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ലാത്തതിനാൽ നമുക്ക് ലാംഡ 0 എന്ന് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, molar conductance at infinite dilution can be easily calculated using graphical method. But in the case of weak electrolyte, it cannot be calculated by graphical method because it is not a straight line graph. അതൊരിക്കലും ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് അല്ല. ഒരു 50% വരെ അയണൈസേഷൻ വളരെ സ്റ്റഡി ആയിട്ട് പോകും. എന്നാൽ 50% അയണൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ സഡൻ ആയിട്ടായിരിക്കും അത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ആയതിനാൽ y ആക്സിസിലേക്ക് പാരലൽ ആയിട്ടാണ് എന്ന് സാധാരണ പറയാറ്. y ആക്സിസിന് അടുത്തേക്ക് അതിൽ ഒരിക്കലും y ആക്സിസിൽ മീറ്റ് ചെയ്യുന്നില്ല. സോ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു ലോയാണ് അടുത്ത ലോ, കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഈ ലോ പറയുന്നത് whether it is strong electrolyte or weak electrolyte, whatever be the electrolyte, AB എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണ്. Let AB will be an electrolyte. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അയോൺസുകളാണ് A പ്ലസ് ആൻഡ് B മൈനസ്. അപ്പൊ എ ബിയുടെ ലാംഡ 0 m എന്ന് പറയുന്നത് ഈക്വൽസ് ടു ലാംഡ 0 m ഓഫ് A പ്ലസ് പ്ലസ് ലാംഡ 0 m ഓഫ് B മൈനസ്. ദാറ്റ് മീൻസ് molar conductance at infinite dilution of any electrolyte will be the sum of molar ionic conductance of its cations and anions. You can say it is ions. അയോൺസിന്റെ മോളാർ കണ്ടക്ടൻസിന്റെ മോളാർ അയോണിക് കണ്ടക്ടൻസിന്റെ സം ആയിരിക്കും മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് എനി ഇലക്ട്രോലൈറ്റ്. ഫോർ എക്സാമ്പിൾ കാൽഷ്യം ക്ലോറൈഡ്, ലാംഡ 0 m ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഈക്വൽസ് ടു ലാംഡ 0 m ഓഫ് കാൽഷ്യം 2 പ്ലസ് പ്ലസ് 2 ഇൻറ്റു ലാംഡ 0 m ഓഫ് Cl മൈനസ്. അപ്പൊ മോളാർ കണ്ടക്ടൻസ് അറ്റ് എനി ഇലക്ട്രോലൈറ്റ് will be the sum of molar ionic conductance of its cations and anions. ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അസറ്റിക് ആസിഡിന്റെ കൊടുത്തിരിക്കുന്നത്. ലാംഡ 0 m ഓഫ് അസറ്റിക് ആസിഡ് CH3COH
ഈക്വൽസ് ടു നമുക്ക് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എടുത്ത് അതിൽ നിന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അസറ്റേറ്റ് അയോൺ ഉള്ള സോഡിയം അസറ്റേറ്റും H+ അയോൺസ് ഉള്ള HCl മോളാർ കണ്ടക്ടൻസ് കൂട്ടി. അപ്പം മിച്ചം വരുന്നതാണ് Na-യും Cl-ഉം. അതിൽ നിന്ന് അത് കുറച്ചാൽ മതി. -λ0m ഓഫ് NaCl ചെയ്താൽ മതി. ഇപ്പൊ ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂ അറിയണം. ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ്. ഫോർ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കണം. λ0m ഓഫ് NH4OH കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ NH4+ ഉള്ള ഒരു സ്പീഷീസ് അത് സോഡിയം അസറ്റേറ്റ്, സോഡിയം NH4, സോഡിയം അമോണിയം ക്ലോറൈഡ് ആണ്. പിന്നെ OH- ഉള്ള ഒരു സ്പീഷീസ്, അപ്പൊ λ0m ഓഫ് NaOH ഇട്ടു. ഇനി എന്ത് ചെയ്യണം? മിച്ചം വരുന്ന ഈ Cl-ഉം Na-യും കൂടെ കളയണം. അപ്പൊ അതിനുവേണ്ടി λ0m ഓഫ് NaCl കുറച്ചാൽ മതി. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ λ0m കണ്ടുപിടിക്കണമെങ്കിൽ അമോണിയം ക്ലോറൈഡിന്റെയും NaOH-ന്റെയും λ0m കൂട്ടുക, അതിൽ നിന്ന് NaCl-ന്റെ λ0m കുറച്ചാൽ മതി. ഇപ്പൊ ക്വാഡ്രാഷസ് ലോ ഇനി ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിന്റെ Ka കണ്ടുപിടിക്കാൻ പറ്റും. C∝² ഡിവൈഡഡ് ബൈ 1 - α ഇട്ട് Ka കണ്ടുപിടിക്കാം. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ആൽഫ ഈക്വൽസ് ടു λcm ഡിവൈഡഡ് ബൈ λ0m ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ ഭാഗമാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോർഷൻ അതിനുശേഷം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇവിടെ ഇത് when a certain conductivity cell is filled with 0.05 molar potassium chloride, 0.05 molar potassium chloride ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി is given as 1.35 into 10⁻²ആണ്. അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 ഓം. അതായത് 0.05 മോളാർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കാപ്പ 1.35 into 10⁻² തന്നിട്ടുണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് 100 ഓം തന്നിട്ടുണ്ട്. ദ സെയിം കണ്ടക്ടിവിറ്റി സെല്ലിലേക്ക് 0.02 മോളാർ സിൽവർ നൈട്രേറ്റ് എടുക്കുകയാണ്. അപ്പൊ കണ്ടക്ടിവിറ്റി സെല്ല് മാറ്റമില്ല എങ്കിൽ സെൽ കോൺസ്റ്റന്റ് സെയിം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. സെൽ കോൺസ്റ്റന്റ് G* ഈക്വൽസ് ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ ആദ്യത്തെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 1.35 into 10⁻². റെസിസ്റ്റൻസ് 100. അത് ഉപയോഗിച്ച് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. 1.35 എന്ന് കിട്ടി. കാരണം രണ്ടും സെയിം സെൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് മാറ്റമില്ല. അപ്പൊ ആദ്യത്തെ സെൽ കോൺസ്റ്റന്റ് തന്നെയാണ് രണ്ടാമത്തെ സൊല്യൂഷന്റെയും സെൽ കോൺസ്റ്റന്റ്. അപ്പൊ സെൽ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് രണ്ടാമത്തതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്, കണ്ടോ 90 ഓം. അപ്പൊ സെൽ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് രണ്ടാമത്തതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. ശരിയല്ലേ? രണ്ടാമത്തതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചു. കണ്ടക്ടിവിറ്റി ഈക്വൽസ് ടു സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് രണ്ടാമത്തതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചു. എന്നിട്ട് രണ്ടാമത്തെ സൊല്യൂഷന്റെ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? λm ഈക്വൽസ് ടു 1000 into കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോളാരിറ്റി ചെയ്താൽ മതി. മോളാർ കണ്ടക്ടിവിറ്റി λm ഈക്വൽസ് ടു 1000 into കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോളാരിറ്റി. അപ്പൊ സെയിം സെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെൽ കോൺസ്റ്റന്റിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. സെയിം സെല്ലാണ് എങ്കിൽ there will be no change in cell constant. ഇനി അടുത്ത ഭാഗമാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേക്ക് 2 ഇലക്ട്രോളിസിസ് ലോ ആണുള്ളത്. അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ട് കടത്തി വിട്ട് കഴിയുമ്പോൾ ഇലക്ട്രോലൈറ്റ്സുകൾ സ്പ്ലിറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് അയോൺസുകളായിട്ട് മാറും. കാറ്റയോൺസുകൾ കാഥോഡിലേക്ക് പോകും. അവിടെ വെച്ച് അവർക്ക് റിഡക്ഷൻ സംഭവിക്കും, ഡിപ്പോസിറ്റ് ചെയ്യും, എക്സെപ്റ്റ് ഹൈഡ്രജൻ. ആനയോൺസുകൾ ആനോഡിലേക്ക് പോവുകയും അവിടെ വെച്ച് അവർക്ക് ഓക്സിഡേഷൻ നടക്കും, ദെൻ ലിബറേറ്റഡ് ആസ് ദർ കറസ്പോണ്ടിങ് ഗ്യാസസ്. അപ്പം ഒരു കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത മെറ്റലിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത നോൺ മെറ്റലിന്റെ വെയിറ്റ് which is directly proportional to the quantity of electricity passed through the solution. This is first law of electrolysis. The mass of substance deposited or liberated at an electrode is directly proportional to the quantity of electricity passed through the solution. So W is proportional to Q. W is equal to ZQ. Q എന്ന് പറഞ്ഞാൽ quantity of electricity. Z എന്ന് പറഞ്ഞാൽ electrochemical equivalent. Q equals to IT, so we can write it like this. W equal to ZIT. Z എന്ന് പറഞ്ഞാൽ electrochemical equivalent, which is equal to equivalent mass divided by Faraday constant 96500. So
ഇക്വലന്റ് മാസ് E കണ്ടുപിടിക്കണമെങ്കിൽ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ചാർജ് ഓർ വാലൻസി ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ, when same quantity of electricity is passed through different solution connected in series, then the mass of substance deposited at respective electrode is directly proportional to their electrochemical equivalent. അതായത് 3-4 ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ വ്യത്യസ്തമായ ഇലക്ട്രോലൈറ്റിലേക്ക് ഒരേ എമൗണ്ട് കറണ്ട് ആണ് കടത്തിവിടുന്നതെങ്കിൽ ഓരോ ഇലക്ട്രോഡുകളിലും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനുകളിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റലിന്റെയോ നോൺ മെറ്റലിന്റെയോ അളവെന്ന് പറയുന്നത് അതാതിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും. W1 by W2 equals to E1 by E2 or equals to Z1 by Z2. ഇതാണ് രണ്ടാമത്തെ ലോ. ഇനി ഒരു ലോയും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോളിസിസ് നടത്തുമ്പോഴേക്കും കോപ്പർ 2+ SO4 2- പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആയിട്ടാണ് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ കാഥോഡിൽ ഡിപ്പോസിഷൻ നടത്തും. അതായത് 1 മോൾ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ the electricity required for this process would be 2 farad. When അതാണ് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. When 1 mole of a metal is deposited by accepting n electrons, then the quantity of electricity required for this process will be n farad. അതിന് ആവശ്യമായ ഇലക്ട്രിസിറ്റിയുടെ അളവ് n farad ആയിരിക്കും. അത് ഓർത്തു വെച്ചേക്കാം. ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നെന്നല്ല, അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഭാഗമാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകൾക്കാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ ഓർ ഗാൽവാനിക് സെൽ, വോൾട്ടാക് സെൽ എന്ന് പറയാം. ദോസ് സെൽസ് which convert chemical energy into electrical energy by means of redox reaction. A typical galvanic cell is ഡാനിയൽ സെൽ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗാൽവാനിക് സെല്ലിനും 2 ഭാഗങ്ങളുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് കമ്പാർട്ട്മെന്റും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലും ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലിൽ റിഡക്ഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലിൽ ഓക്സിഡേഷനും നടക്കണം. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദേ ആർ കണക്റ്റഡ് ടു എ സോൾട്ട് ബ്രിഡ്ജ് ഇന്റേണൽ. പിന്നെ ഇവരെ തമ്മിൽ ഒരു വയറും ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് 1.1 വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടേണ്ടത് ഒരു ഡാനിയൽ സെല്ല് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴേക്കും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കും. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷൻ നടക്കും. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ ആണ് സിങ്ക് 2+, കോപ്പർ 2+, കോപ്പർ എന്ന് പറയുന്നത്. ആ നടുക്കത്തെ 2 വരെ സോൾട്ട് ബ്രിഡ്ജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിന് ലെഫ്റ്റിലുള്ള പോർഷൻ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റൈറ്റിലുള്ള പോർഷൻ റിഡക്ഷൻ ഹാഫ് സെല്ലുമാണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും റിഡക്ഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷനും നടക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെല്ലിന്റെ EMF കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സെല്ലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സെല്ലിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം കുറയ്ക്കാൻ. ശരിയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ ഒക്കെയാണ് നടക്കുന്നത് എന്ന് കരുതി ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല. ഒന്നെങ്കിൽ രണ്ടും ഓക്സിഡേഷൻ എടുക്കുക, അല്ലെങ്കിൽ രണ്ടും റിഡക്ഷൻ എടുക്കുക. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എപ്പോഴും റിഡക്ഷൻ ആണ്. IUPAC സിസ്റ്റം അനുസരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യലിനാണ് പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ റിഡക്ഷനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പൊ ആയതിനാൽ റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ശരിയാണ്, അവർക്ക് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, ശരിയാണ്, പക്ഷെ അവരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം കുറയ്ക്കാൻ. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് EMF എന്ന് വിളിക്കും. ഇതുപോലെ തന്നെ ഒരു ഹാഫ് സെല്ലിന്റെ, ഒരു ഇൻഡിവിജ്വൽ ഹാഫ് സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അതിനെ നഴ്സിന്റെ ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പൊ നഴ്സിന്റെ ഇക്വേഷൻ ഈസ് EMF ഓഫ് ആൻ ഇലക്ട്രോഡ്. ദിസ് ഇസ് ഇലക്ട്രോഡ് ആണ്. EMF ഓഫ് ആൻ ഇലക്ട്രോഡ്, EMF ഓഫ് ആൻ ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിന്റെ EMF എന്ന് പറയുന്നത് E0 ഓഫ് ദി ഇലക്ട്രോഡ് മൈനസ് 0.0591 by n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺ log 1 by mn plus. ഇതാണ് ഒരു ഇലക്ട്രോഡിന്റെ EMF കണ്ടുപിടിക്കാൻ. ഇതേപോലെ തന്നെ ഒരു സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. EMF ഓഫ് ദി സെൽ ഈക്വൽസ് ടു E0 ഓഫ് ദി സെൽ മൈനസ് 0.0591. EMF ഓഫ് ദി സെൽ ഈക്വൽസ് ടു E0 ഓഫ് ദി സെൽ മൈനസ് 0.059 divided by n
ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. ശ്രദ്ധിക്കേണ്ടത് റിയാക്ടന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും സോളിഡ് സ്റ്റേറ്റിലുള്ള കമ്പൗണ്ടുകളെ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള സ്പീഷീസുകളെ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി എന്താണ് ഒരു സ്റ്റാൻഡേർഡ് EMF-ഉം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? സ്റ്റാൻഡേർഡ് EMF E0 ഓഫ് ദി സെൽ ഈക്വൽസ് ടു 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് Kc. Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അടുത്തത് EMF-ഉം ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈക്വൽസ് ടു -NF EMF ഓഫ് ദി സെൽ. അപ്പോൾ സെല്ലിന്റെ EMF-ഉം ഡെൽറ്റ ജി തമ്മിലുള്ള റിലേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽസ് ടു -NF EMF ഓഫ് ദി സെൽ. ഇനി ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ ഒരു സെല്ല് റിയാക്ഷൻ ഫീസിബിൾ ആയിരിക്കും. വെൻ ഡെൽറ്റ ജി is negative, cell reaction is feasible. In that case, EMF of the cell should be positive ആയിരിക്കണം. സ്റ്റാൻഡേർഡ് EMF പോസിറ്റീവ് ആണെങ്കിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും, ഫീസിബിൾ ആയിട്ട് നടക്കുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് അയൺ ഇലക്ട്രോഡ്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അയൺ ഇലക്ട്രോഡ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇലക്ട്രോഡ് EMF ഓഫ് ദി ഇലക്ട്രോഡ് ഈക്വൽസ് ടു E0 ഓഫ് ദി ഇലക്ട്രോഡ് മൈനസ് 0.0591 ബൈ n ഇൻറ്റു ലോഗ് 1 ബൈ അയൺ ആയതുകൊണ്ട് തന്നെ Fe2+ കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ക്വസ്റ്റിനകത്ത് സ്റ്റാൻഡേർഡ് EMF തന്നിട്ടുണ്ട് -0.45. അപ്പൊ E0 ഓഫ് ദി സെൽ ഇസ് ഗിവൺ ആസ് -0.45. ഇനിയോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാം. Fe2+ Fe ആകുമ്പോൾ 2 ഇലക്ട്രോൺസിനെയാണല്ലോ ഗെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ 2, n-ന്റെ വാല്യൂ 2 ആണ്. n ഈക്വൽസ് ടു 2. ഇനിയോ Fe2+ന്റെ കോൺസെൻട്രേഷൻ 0.01 എന്നാ. Fe2+ന്റെ കോൺസെൻട്രേഷൻ 0.01 ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് 10⁻⁻² എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ നോർമൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതായത് സ്റ്റാൻഡേർഡ് EMF -0.45 0.059/2 ലോഗ് 1/10⁻². സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് -0.509 വോൾട്ടേജ് എന്ന് കിട്ടും. ഇത് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും ഒരു ഓവറോൾ റിയാക്ഷൻ വന്നിട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റനും ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സെല്ലുകളാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ സെല്ലുകൾ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറിയും സെക്കൻഡറി സെല്ലുകളും ഉണ്ട്. വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. ഒരിക്കൽ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽ. പ്രൈമറി സെൽസ് ആർ നോൺ റീചാർജബിൾ സെൽ, സെക്കൻഡറി സെൽസ് ആർ റീചാർജബിൾ സെൽ. ഇപ്പൊ പ്രൈമറി സെൽസിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ സെൽ, ലെക്ലാഞ്ചിൽ സെൽ, പിന്നുള്ളത് മെർക്കുറി സെൽ. ഇത് രണ്ടിന്റെയും കാഥോഡ് ആര്, ആനോഡ് ആര്, ഇലക്ട്രോലൈറ്റ് ആര്, റിയാക്ഷൻസ് എന്ത്, അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി സെക്കൻഡറി സെല്ലുകളിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലുമാണ് അതിന് എക്സാമ്പിൾ. അപ്പൊ രണ്ടുപേരുടെയും ആനോഡ് ആര്, ഇലക്ട്രോഡ്, കാഥോഡ് ആര്, ഇലക്ട്രോലൈറ്റ് ആര്, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ ഇനി എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഫ്യൂവൽ സെല്ല്. ഫ്യൂവലിന്റെ കമ്പഷൻ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾക്കാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരേ ഒരു ഫ്യൂവൽ സെല്ലേ കൊടുത്തിട്ടുള്ളൂ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജൻ ഗ്യാസ് ആനോഡിലൂടെയും ഓക്സിജൻ ഗ്യാസ് കാഥോഡിലൂടെയും കടത്തിവിടുന്നു. ഇലക്ട്രോലൈറ്റ് ആയിട്ട് അക്വസ് NaOH KOH എടുക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ റിയാക്ഷൻസ് നടക്കുന്നു. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇക്വേഷനകത്ത് ഇലക്ട്രോണിന്റെ എണ്ണം ഒരുപോലെ ആക്കിയിരിക്കണം. So overall equation is 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. This is the overall reaction. Overall reaction അകത്ത് ഒരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസും ഇല്ലാത്തതിനാൽ ഈ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, ഈസി ആണ്, ഹാൻഡ്ലി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള സെല്ലുകളെ അപേക്ഷിച്ച് എഫിഷ്യൻസി 70% വരെ വരും. നോർമൽ ആയ ഒരു ഗാൽവാനിക് സെല്ല് വർക്ക് ചെയ്യുമ്പോഴേക്കും മാക്സിമം ഒരു 30-40 വരെ എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ
ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് വർക്ക് ചെയ്യുമ്പോഴേക്കും എഫിഷ്യൻസി 70% വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഹൗ ഡു പ്രൈമറി ബാറ്ററി ഡിഫർ ഫ്രം സെക്കൻഡറി ബാറ്ററി? ഒറ്റൊരു പോയിന്റേ ഉള്ളൂ. പ്രൈമറി ബാറ്ററീസ് റീചാർജബിൾ അല്ല, സെക്കൻഡറി ബാറ്ററികൾ റീചാർജബിൾ ആണ്. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മെർക്കുറി സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.35 ആണ്. അത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റ് മുതൽ അതിന്റെ എൻഡ് തീരുന്നയിടം വരെയും അല്ലെങ്കിൽ അത് തീരുന്ന ആ സമയം വരെയും അതിന്റെ വോൾട്ടേജിൽ ഒരു മാറ്റവും ഉണ്ടാകാറില്ല. എന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം മെർക്കുറി സെല്ലിന്റെ ഓവറോൾ റിയാക്ഷനകത്ത് ഒരു തരത്തിലുള്ള അയോൺസുകളും ഇല്ല. അയോൺസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ അയോൺസുകൾ ഒന്നും ഇല്ലാത്തതിനാൽ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ആയതിനാൽ വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഓവറോൾ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ്സ് എനി അയോൺസ് ഹൂസ് കോൺസെൻട്രേഷൻ ചേഞ്ച് ഡ്യൂറിംഗ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈഫ് ടൈം അനുസരിച്ച് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ അയോൺസുകളൊന്നും അവിടെ ഇല്ല. ഇനി കൊറോഷൻ ഉണ്ട്. കൊറോഷനും കൂടെ നിങ്ങൾ നോക്കിയേക്കണം. കൊറോഷൻ മെറ്റലിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ കൊറോഷനെ വിളിക്കുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ കൊറോഷനെ പ്രിവെന്റ് ചെയ്യുന്ന ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, കാഥോഡിക് പ്രൊട്ടക്ഷൻ, അതെല്ലാം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിനകത്ത് അത്യാവശ്യമായിട്ട് അറിയേണ്ടത്. ഇനിയുള്ളത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, അധികം ഒന്നും പഠിക്കാനില്ല, എന്നാൽ വളരെ സിമ്പിൾ ആണ്. കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കൈനറ്റിക്സ് ഇസ് സംതിങ് റിലേറ്റഡ് ടു സ്പീഡ് ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എത്ര വേഗത്തിലാണ് നടക്കുന്നത്, അപ്പൊ ഒരു റിയാക്ഷന്റെ സ്പീഡുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉദാഹരണത്തിന് ഒരു AB gives CD എന്നൊരു റിയാക്ഷൻ എടുത്തു. A plus B gives C plus DD. ഇപ്പൊ എയും ബിയും ആണ് റിയാക്ടന്റ്, സിയും ഡിയും ആണ് പ്രോഡക്റ്റ്. റിയാക്ഷൻ തുടങ്ങുമ്പോഴേക്കും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ല, തുടങ്ങിയിട്ടില്ല. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിയാക്ഷൻ റിയാക്ടന്റ് react to give product. Reactant concentration is gradually decreasing and meanwhile the product concentration is gradually increasing. Rate of disappearance of reactant or rate of appearance of product, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽസ് ടു -1/a. എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ്. -1/a × dA/dt. അവിടെ മൈനസ് ഇട്ടിരിക്കുന്നത് ഡിസപ്പിയറൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു -1/b × dB/dt. ഇത് രണ്ടും റിയാക്ടന്റുകൾ ആയതിനാലാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഈക്വൽസ് ടു പ്ലസ് പ്രോഡക്റ്റുകൾക്ക് +1/c × dC/dt or +1/d × dD/dt. ഇത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ് എക്സ്പ്രഷൻ ആൻഡ് റേറ്റ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഒരു ജനറൽ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. A plus B gives C plus DD. ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതിയിരിക്കുകയാണ്. റേറ്റ് ഈക്വൽസ് ടു K × A⁴A × B⁴B. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ റേസ്ഡ് പവർ ആണ്. നമ്മൾ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷന്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് തുല്യമാകണമെന്നില്ല. അതായത് ബാലൻസ്ഡ് ഇക്വേഷന്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റുകളാണ് റിയാക്ടന്റിന്റെ എയും ബിയും. എന്നാൽ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കുന്ന റേറ്റ് എക്സ്പ്രഷനകത്ത് ചിലപ്പോൾ ആ എയും ബിയും തന്നെ വരണമെന്നില്ല. ഈക്വൽസ് ടു K × A⁴x എന്നും B⁴y എന്നും ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. അതായത് A and B, A is not equal to, ചിലപ്പോൾ may or may not equal to x ആയിരിക്കാം, B may or may not equal to y എന്നായിരിക്കാം. അതായത് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന റേറ്റ് എക്സ്പ്രഷൻ എന്താണോ അതിന്റെ എക്സിന്റെയും വൈയുടെയും, അതായത് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ പവറുകളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. അത് ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഒന്നും തന്നിട്ടില്ല എങ്കിൽ അങ്ങനെ എഴുതുക. എക്സ്പെരിമെന്റൽ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എങ്കിൽ എക്സ്പെരിമെന്റൽ റേറ്റ് എക്സ്പ്രഷന്റെ റിയാക്ടന്റുകളുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് പവറിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സിനെ ബേസ് ചെയ്തിട്ട് എ ബേസ് ചെയ്തിട്ടുള്ള ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് എക്സ്, വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് വൈ,
And the overall order of the reaction is x plus y. Order and molecularity. ഒരു ചോദ്യമാണ്. For the reaction x plus 2y gives P, the differential form of rate law is, rate law എന്നതാണ് ചോദിച്ചത്. നമുക്ക് ഇതിന്റെ റേറ്റ് ലോ എഴുതാം. മൈനസ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽസ് ടു മൈനസ് 1/2 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽസ് ടു പ്ലസ് ഡി പി ബൈ ഡി ടി. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് എളുപ്പമാണ്. ഡി വൈ ബൈ ഡി ടി മൈനസ് ഡി വൈ ബൈ ഈ രണ്ട് ഭാഗങ്ങളുടെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യാണ്. മൈനസ് ഡി വൈ ബൈ ഡി ടി ഈക്വൽസ് ടു 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ആണ് ശരിയല്ലേ? ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ റേറ്റ് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്തത് ഫസ്റ്റ് ഓർഡറിന്റെയും സീറോ ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനും അതിന്റെ ഹാഫ് ലൈഫ് പീരീഡുമാണ്. ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ആണ് k ഈക്വൽസ് ടു R0 മൈനസ് R ബൈ ടി. അതിന്റെ ടി ഹാഫ് ആണ് R0 ഡിവൈഡഡ് ബൈ 2k. അതായത് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷന് പ്രപ്പോർഷണൽ ആണ്, ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ ഓർത്ത് വെച്ചേക്കുക. k ഈക്വൽസ് ടു R0 മൈനസ് R ബൈ ടി, ടി ഹാഫ് ഈക്വൽസ് ടു R0 ഡിവൈഡഡ് ബൈ 2k. ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. യൂണിറ്റുകളും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ഞാൻ എ ആയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ എന്നിടാം. എൽ എൻ എ ഈക്വൽസ് ടു മൈനസ് കെ ടി പ്ലസ് എൽ എൻ എ സീറോ. ഇനി അതിന്റെ ടി ഹാഫിന്റെ ഇക്വേഷൻ ആണ് 0.693 ഡിവൈഡഡ് ബൈ കെ. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല, ഇൻഡിപെൻഡന്റ് ആണ്. ഓർത്തിരിക്കുക. ഇത് y ഈക്വൽസ് ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമാറ്റിലാണ്. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും, ഇന്റർസെപ്റ്റ് ഉണ്ടായിരിക്കും, സ്ലോപ്പ് ഉണ്ടായിരിക്കും. അതെല്ലാം ഗ്രാഫ് ഉൾപ്പെടെ ഓർത്തിരിക്കുക. ഇനി ഒരു ചോദ്യമാണ്, കുറച്ച് വലിയൊരു ലെങ്തി ആയ ഒരു ചോദ്യമാണ്. The following initial rates data were obtained for the reaction 2NO gas plus Br2 gas gives 2NO Br gas. അവിടെ 3 എക്സ്പെരിമെന്റും ഇനിഷ്യൽ കോൺസെൻട്രേഷനുകളും ഇനിഷ്യൽ റേറ്റും തന്നിട്ടുണ്ട്. 3 ചോദ്യങ്ങളാണുള്ളത്. What is the order with respect to NO and Br2 in the reaction? Calculate the rate constant. Determine the rate of reaction when concentration of NO and Br2 are 0.4 and 0.2 molar respectively. അപ്പോൾ നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ അറിയില്ല, നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ അങ്ങ് റെപ്രസെന്റ് ചെയ്യാം. റേറ്റ് ഈക്വൽസ് ടു കെ ഇൻറ്റു NO റേസ് ടു പി Br2 റേസ് ടു ക്യൂ എന്ന് കൊടുക്കുക. കാരണം പിയും ക്യൂവും കണ്ടുപിടിക്കണം, അങ്ങനെയാണെങ്കിലേ ഓർഡർ കിട്ടത്തുള്ളൂ. പിയും ക്യൂവും അറിയില്ല എത്രയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ഡേറ്റ ഉപയോഗിച്ച് അതിന്റെ റേറ്റ് കണ്ടുപിടിച്ചു. റേറ്റ് എന്ന് പറയുന്നത് k ഈക്വൽസ് ടു 1.0 ഇൻറ്റു 10⁻³ ഇൻറ്റു k ഇൻറ്റു എയുടെ എന്നോയുടേത് 0.05 റേസ് ടു പി, ബിയുടേത് 0.05 റേസ് ടു ക്യൂ എന്ന് കൊടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. രണ്ടാമത്തെ എക്സ്പെരിമെന്റൽ ഡേറ്റ ഉപയോഗിച്ച് 3 ഇൻറ്റു 10⁻³ ഈക്വൽസ് ടു k ഇൻറ്റു 0.05 റേസ് ടു പി 0.15 റേസ് ടു ക്യൂ എന്ന് കൊടുത്തു. ഇതേപോലെ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചും നമ്മൾ അതിന്റെ എക്സ്പ്രഷൻ എഴുതി വെച്ചു. ഇനി ഓരോ ഇക്വേഷനുകളും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ്. ഇതിലെ 1ഉം 2ഉം ഇക്വേഷനുകൾ കമ്പൈൻ ചെയ്ത് നോക്കി കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/3 ഈക്വൽസ് ടു 1/3 റേസ് ടു ക്യൂ എന്ന് കിട്ടും. അതായത് ക്യൂ ഈക്വൽസ് ടു 1 എന്ന് വരും. അതായത് Br2ന്റെ മുകളിലുള്ള ആ പവർ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഇതുപോലെ 1ഉം 3ഉം ഇക്വേറ്റ് ചെയ്തു. അപ്പൊ 1/9 ഈക്വൽസ് ടു 1/3 റേസ് ടു പി എന്ന് കിട്ടും. അതായത് സ്ക്വയർ ചെയ്യണം, വിച്ച് മീൻസ് പി ഈക്വൽസ് ടു 2 എന്ന് കിട്ടും. അതായത് ക്യൂവിന്റെ വാല്യൂ 1ഉം പിയുടെ വാല്യൂ 2 എന്ന് കിട്ടും. കമ്പൈൻ ചെയ്താൽ മതി. അതായത് ഇവര് തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പൊ റേറ്റിന്റെ എക്സ്പ്രഷൻ അപ്പൊ എന്ത് വരും? ഓവറോൾ ഇക്വേഷൻ റേറ്റ് ഈക്വൽസ് ടു കെ ഇൻറ്റു NO റേസ് ടു പി, പി എന്ന് പറയുന്നത് 2, Br2 എന്ന് കിട്ടും. അങ്ങനെയാണ് അടുത്ത ചോദ്യം. വിത്ത് റെസ്പെക്ട് ടു ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു NO 2,
ഓർഡർ വിത്ത് റെസ്പെക്ട് BR2 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി അതിന്റെ കെ കണ്ടുപിടിക്കാനാണ്. കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ആ കെ ഇട്ട് കൊടുത്താൽ മതി. കെ ഈക്വൽസ് ടു 1, ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. 1 × 10⁻³ ഈക്വൽസ് ടു കെ × 0.5 സ്ക്വയർ × 0.5. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 1 × 10⁻³ ഡിവൈഡഡ് ബൈ 0.05 ക്യൂബ് ആണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 8 എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, NO-യുടെയും BR2ന്റെയും കോൺസെൻട്രേഷൻ 0.4ഉം 0.2 ആകുന്ന സമയത്തുള്ള റേറ്റ് കണ്ടുപിടിക്കുക. റേറ്റ് ഈക്വൽസ് ടു കെയുടെ വാല്യൂ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു. 8 × 0.4 സ്ക്വയർ × 0.2. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2.56 × 10⁻⁻1 മോൾസ് പെർ ലിറ്റർ. അപ്പൊ ഇത് കുറച്ച് ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതുപോലെ എക്സ്പെരിമെന്റൽ ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയ റേറ്റ് എക്സ്പ്രഷൻ എഴുതുക. 1, 2, 2, 3 ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പിയുടെയും ക്യൂവിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഉപയോഗിച്ച് റേറ്റ് കണ്ടുപിടിക്കാം. വേറെ ഏതെങ്കിലും കോൺസെൻട്രേഷനുള്ള റേറ്റ് ചോദിച്ചാൽ അതും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഭാഗത്തുള്ളത് ടെമ്പറേച്ചറുമായിട്ട് റേറ്റിനുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയുള്ള അറീനിയസിന്റെ ഇക്വേഷൻ ആണ്. അറീനിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K ഈക്വൽസ് ടു A × e⁻ ഡിവൈഡഡ് ബൈ RT എന്നാണ്. ഇനി അതിന്റെ ലോഗ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ലെഫ്റ്റിലും റൈറ്റിലും. അങ്ങനെ കിട്ടുന്നതാണ് ലോഗ് K ഈക്വൽസ് ടു ലോഗ് A. ലോഗ് എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് -EA ഡിവൈഡഡ് ബൈ 2.303 RT. ഇത് y ഈക്വൽസ് ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. y ഈക്വൽസ് ടു mx പ്ലസ് c എന്നുള്ള ഫോർമാറ്റിലാണ്. അതായത് y ആക്സിസിൽ ലോഗ് കെയും എക്സ് ആക്സിസിൽ 1/t കൂടെ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് എ ഉള്ള ഒരു ഗ്രാഫ് കിട്ടും. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു. ഇനി 2 വ്യത്യസ്ത റേറ്റ് കോൺസ്റ്റന്റും 2 വ്യത്യസ്ത ടെമ്പറേച്ചറും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തമ്മിൽ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ലോഗ് K2 ബൈ K1 ഈക്വൽസ് ടു EA ഡിവൈഡഡ് ബൈ 2.303 R × T2 - T1 ഡിവൈഡഡ് ബൈ T1 T2. ഇത് ഉപയോഗിച്ച് K2ന്റെയും K1ന്റെയും വാല്യൂവും T1ഉം T2 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ എനർജി EA കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ചോദ്യം വരാറുണ്ട്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. In Arrhenius equation, when log K is plotted against 1/t, a straight line is obtained whose slope എന്തായിരിക്കും? -EA divided by 2.303 R ആയിരിക്കും. ശരിയല്ലേ? Whose slope is -EA divided by 2.303 R ആണ്. Intercept എന്നതായിരിക്കും? log A ആയിരിക്കും. So the correct answer will be option D ആണ് കിട്ടേണ്ടത്. അപ്പൊ അറീനിയസിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ചാപ്റ്ററുകൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ 23 മാർക്ക് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ മിനിമം 23 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ വൈസ് വരുന്ന ഈ 3 ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഈ 3 ചാപ്റ്ററുകളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. സൊല്യൂഷൻ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. സാധാരണ ഈ 3 ചാപ്റ്ററുകൾക്കകത്തുനിന്നും ന്യൂമറിക്കൽസ് ആണ് കൂടുതലായിട്ടും വരാറുള്ളത്. ന്യൂമറിക്കൽസ് ഒരുപാട് വരാറുണ്ട്. ന്യൂമറിക്കൽസ് മാത്രമല്ല ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഇവിടുന്ന് സാധാരണ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ തിയറി പഠിച്ചതിന് ശേഷം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പുറകുവശത്തുള്ള ക്വസ്റ്റ്യൻസൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ സെഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ദർശന അക്കാഡമിയുടെ ക്ലാസ്സുകൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫൈനൽ ബോർഡ് എക്സാമിനേഷന് എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്.